ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി എൻ്റെ പ്രിയ സുഹൃത്ത് ആദരണീയനായ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ശ്രീ ശ്രീകണ്ഠൻ, വിശിഷ്ട അതിഥി ആദരണീയനായ ഒറ്റപ്പാലം സബ് കളക്ടർ ശ്രീ മിഥുൻ പ്രേംരാജ്, മറ്റൊരു വിശിഷ്ടാതിഥി ആദരണീയനായ ഷൊർണൂർ DYSP ശ്രീ മനോജ് കുമാർ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്കേറെ പ്രിയപ്പെട്ട ആരാധ്യനായ അഡ്വക്കേറ്റ് ശ്രീ PT നരേന്ദ്രമേനോൻ, ഡോക്ടർ KS മേനോൻ, ചിത്രേഷ്, ഗോപിയേട്ടൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീകണ്ഠൻ MBA എന്നതിലുപരി അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. കുറച്ചു കാലമായുള്ള പരിചയം വെച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ, സാമൂഹിക, ജീവകാരുണ്യ തലങ്ങളിൽ തികച്ചും തിളങ്ങുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു നല്ല ക്വാളിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ ഒരാൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ പാർട്ടി ഏതാണെന്നോ, നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെന്നോ, അല്ലെങ്കിൽ അവരുടെ കൊടിയുടെ നിറം ഏതാണെന്നോ നോക്കാതെ വളരെ സൗമ്യമായി സ്നേഹത്തോടെ അവരോട് ഇടപഴകുന്നു. അതുകൂടാതെ തൻ്റെ കഴിവിൻ്റെ പരമാവധിക്കനുസരിച്ച് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും ആർജവം, അതൊക്കെ അദ്ദേഹത്തെ വളരെയധികം വ്യത്യസ്തനാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. ലാളിത്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഇടയായിട്ട് വിഷുവിൻ്റെ അന്ന് 14-ാം തീയതി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് ശ്രീകണ്ഠൻ എന്നെ വിളിക്കുകയാണ്. ആ കോൾ എനിക്ക് മിസ്സായി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഞങ്ങൾ പരസ്പരം വിഷു ആശംസകൾ കൈമാറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പേപ്പറിൽ ഫോട്ടോ കണ്ടു, താങ്കൾക്ക് കരുണയുടെ KR നാരായണൻ സെൻറ്റനറി അവാർഡ്, ശ്രീ KR നാരായണൻ അവരുടെ നാമധേയത്തിലുള്ള അവാർഡ് കിട്ടിയതിൽ അനുമോദിക്കുന്നു. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നും സ്വപ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന ശ്രീ KR നാരായണൻ അവர்களுമായി അദ്ദേഹത്തിനുള്ള ബന്ധം അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചു. ശേഷം സംസാരവേളയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിഷു നമുക്ക് ഒരുമിച്ചാക്കിയാലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു ടീച്ചറേയും കൂട്ടി നിന്ന് അങ്ങോട്ട് വരൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു 12 മണിക്ക് എത്താൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഒരു 12:30 മണിക്ക് എത്താമെന്ന്. അദ്ദേഹത്തിന് എൻ്റെ സമയത്തിൻ്റെ സൂക്കട് നന്നായിട്ട് അറിയാം. അദ്ദേഹം കൃത്യം 12:25 ടീച്ചറുമായി എത്തിച്ചേർന്ന് ഞങ്ങളുടെ വിഷു ധന്യമാക്കി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിനോടുള്ള നന്ദിയും കടപ്പാടും അദ്ദേഹത്തിനോട് ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ എൻ്റെ മറ്റൊരു സുഹൃത്തായ ഹോണറബിൾ മിനിസ്റ്റർ MP രാജേഷും കുടുംബവും 5:30 മണിയായപ്പോഴേക്ക് അദ്ദേഹവും എത്തിച്ചേർന്നു. അപ്പോൾ പുതിയ വീട്ടിൽ വന്ന വിഷുവിന് ഒട്ടും പ്ലാൻ ചെയ്യാതെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത് കാണുമ്പോൾ വിഷു നമുക്കെല്ലാവർക്കും നല്ലൊരു വിശ്വാസമുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ നടക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി. ശ്രീകണ്ഠൻ വീട്ടിൽ വന്നപ്പോൾ 14-ാം തീയതി കാഷ്വലായിട്ട് ഞങ്ങൾ സംസാരിച്ചു എന്നതിലുപരി പ്രോഗ്രാം ഒന്നും ഡിസൈഡ് ചെയ്തിരുന്നില്ല. 15-ാം തീയതിയാണ് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല തിരക്കിലാണ്, 19-ാം തീയതി നോക്കാം എന്നുള്ളത് 15-ാം തീയതി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 17-ാം തീയതി രാത്രി തന്നെ പോകണം 8 മണിക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 17-ാം തീയതിക്ക് ഒന്ന് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഒറ്റപ്പാലം സബ് കളക്ടറെ വിളിച്ച സമയത്ത് അദ്ദേഹത്തെ ആ സമയത്ത് കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം തിരിച്ചു വിളിച്ച് വളരെ ഷോർട്ട് നോട്ടീസാണെന്ന് ഓർക്കണം, അദ്ദേഹവും വരാമെന്ന് സമ്മതിച്ചു. അതേപോലെ തന്നെ മിസ്റ്റർ മനോജ് കുമാറിനെ വിളിച്ച സമയത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എന്ത് തിരക്കുണ്ടെങ്കിലും വരാമെന്ന് അദ്ദേഹവും സമ്മതിച്ചു.
അങ്ങനെ ഇവരെല്ലാവരും കൂടി സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഈ പരിപാടി നടത്താൻ കഴിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുകൊണ്ടുമല്ല, അടുത്ത തവണ വരുന്ന സമയത്ത് ഈ വീട് താക്കോൽദാനം കൊടുക്കാം അല്ലെങ്കിൽ കൈമാറാം എന്നുള്ളതായിരുന്നു ചിന്തിച്ചത്. പക്ഷേ ഈ 2 വീടുകൾ തയ്യാറായിട്ട് 1 മാസത്തോളമായി ഇരിക്കുകയാണ്. ഇവർക്ക് വീട് കൈമാറി കിട്ടിയാൽ കൊള്ളാമെന്ന് എൻ്റെ ട്രസ്റ്റ് ഒഫീഷ്യൽസ് എന്നെ ധരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എത്രയും പെട്ടെന്ന് അപ്പോൾ ഈ പരിപാടി തീരുമാനിച്ചു. കാരണം എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17-ാം തീയതി പോകേണ്ടതുണ്ട്, ഇന്ന് രാത്രി പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് മെയ് മാസത്തിൽ നടത്താൻ വെച്ചിരിക്കുന്ന പരിപാടി ഇന്ന് നടത്താൻ തീരുമാനിച്ചത്. പിന്നെ എന്നെപ്പറ്റിയും ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുമൊക്കെ സന്തോഷ് വളരെ ദീർഘമായി സംസാരിച്ച് കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എൻ്റെ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 വയസ്സ് തൊട്ട് ഒരു 12-13 വയസ്സിൻ്റെ ഉള്ളിൽ നടക്കും. അപ്പം ഞാൻ വീട്ടിൽ കണ്ടത് എൻ്റെ അച്ഛനും അമ്മയും ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതാണ്. അങ്ങനെ ഒരു ബാല്യമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവരെപ്പോഴും പറയുമായിരുന്നു, ഇപ്പോൾ പണം നമുക്ക് ദൈവം തരുന്നത് അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് 2 വേർഷൻ. അപ്പോൾ ഏത് രീതിയിലാണെന്ന് വെച്ചാലും അതിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരത്തിനായി നീക്കി വെക്കണമെന്ന് എന്നും അവർ പറയുമായിരുന്നു. അപ്പോൾ അത് മൈൻഡിൽ ഫീഡായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത്. നമുക്ക് പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ പറയാം നമ്മുടെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്, അല്ല ഇതിലിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എത്രയോ അധ്വാനിച്ച് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗൾഫിൽ തന്നെ സക്സസ് ആയ ആളുകളുടെ എണ്ണം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഹൈലി സക്സസ്ഫുള്ളായ ആളുകളുടെ എണ്ണം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു 20% കൂടുതലുണ്ടെന്ന്. പിന്നെ ഒരു ആവറേജ് സക്സസ്ഫുള്ളായ ആളുകളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു 50% ഉണ്ടായിരിക്കും. ബാക്കി 30% ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ പരിശ്രമിക്കായിട്ടൊന്നുമല്ല, പല ആളുകളും പരിശ്രമിക്കാത്തവരുണ്ട്, മടിയന്മാരായ ആളുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പരിശ്രമിച്ചിട്ടും എങ്ങും എത്താത്ത ഹതഭാഗ്യവന്മാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ വിജയം എന്നുള്ളത് പരിശ്രമത്തിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം, നമ്മുടെ കർമ്മബലം, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുക, അതേപോലെ തന്നെ സർവോപരി സർവശക്തനായ ജഗദീശ്വരൻ്റെ കടാക്ഷം കൂടി വേണമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആയിത്തീരുമ്പോൾ തിരിച്ച് സമൂഹത്തിന് ചെയ്യുക എന്നുള്ളത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിയുടെയും കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായിട്ട് ഒത്തിരി ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അപ്പോൾ അതൊന്നും കൂടിയും സിസ്റ്റമാറ്റിക്കായി നടത്താൻ വേണ്ടിയാണ് ഈ ട്രസ്റ്റിലിപ്പോൾ 4-5 ജോലിക്കാരുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടുകളൊക്കെ ഡെലിവറി ചെയ്യാൻ കഴിയുന്നത് ഈ ട്രസ്റ്റ് ഒഫീഷ്യൽസ് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് അത് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ്. ചില സ്ഥലത്ത് ചില ഇഷ്യൂസൊക്കെ വരുമ്പോൾ അവർ തന്നെ നേരിട്ട് അത് ഏറ്റെടുത്ത് പല കാര്യങ്ങളും നടത്തുന്നത് കൊണ്ടാണ് ഇവ കാര്യങ്ങളൊക്കെ വളരെ സമയത്ത് നടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കുറേ കാലമായുള്ള പ്രവർത്തനമാണിത്. ഇപ്പോൾ ഈ ട്രസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീടിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ പല കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ വരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ട്രസ്റ്റിൻ്റെ ലീഗൽ അഡ്വൈസറാണ് ആദ്യകാലം തൊട്ട് തന്നെ നമ്മുടെ ട്രസ്റ്റിന് എല്ലാവിധ ഉപദേശങ്ങളും സപ്പോർട്ടും ചെയ്തു തന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ശ്രീ PT നരേന്ദ്രമേനോൻ ബാബുവേട്ടൻ ഞങ്ങളുടെ. അദ്ദേഹമാണ് ആദ്യം ഈ ഒരു ഐഡിയ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ വെക്കണം, ഒരു ഫോർമൽ ഫംഗ്ഷൻ വെക്കണം എന്നുള്ള ഉപദേശം തരുന്നതും അതിന് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്തതും ബാബുവേട്ടനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് 25-ാം തീയതി ഒരു ഫംഗ്ഷൻ നടന്നത്. ആ ഫംഗ്ഷൻ നടന്നുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ട്രസ്റ്റിൻ്റെ ഉപഭോക്താക്കളെ നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ ആയിരുന്നു. ഇപ്പോൾ 2ാമത്തെ തവണ ആയപ്പോഴേക്ക് നമുക്ക് ആ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമില്ലാതെ വന്നു. ഇപ്പോൾ നമ്മൾ പാലക്കാട് ആണെച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ കോട്ടയത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ വീടുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ റീച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ട്രസ്റ്റിൻ്റെ റീച്ച് കൂടിയതോടുകൂടി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഗൃഹനിർമ്മാണത്തിന് പുറമെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ചികിത്സാ സഹായം,
കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, പ്രായമായ അശരണർക്ക് പെൻഷൻ അടക്കമുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പിന്നെ 10 വർഷത്തിനോടനുബന്ധിച്ചാണെന്ന് പിന്നെ ഞാൻ പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ സമയം കൂടി ആയതുകൊണ്ടാണ് ഈ ഹോം ഓഫ് യുവർ ഓൺ പ്രോജക്റ്റ് എന്ന പദ്ധതി നമ്മൾ ചിന്തിച്ച് ആസൂത്രണം ചെയ്തത്. കാരണം കയറിക്കിടക്കാൻ ഒരിടം, ഞാൻ പലവട്ടം അത് പറഞ്ഞിട്ടുണ്ട്, ഒരു പാർപ്പിടം ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. പലപ്പോഴും ഗവൺമെൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും പല സമയത്തും ഡോക്യുമെൻസിൻ്റെ ന്യൂനമാലകൾ കാരണം ഇത് കിട്ടിപ്പോരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരെല്ലാം റിയൽ ഡിസർവിങ്ങുമാണ്. പല സമയത്തും ഞാൻ മനസ്സിലാക്കുന്നത് ഈ റിയൽ ഡിസർവിങ് ആയ ആളുകൾക്ക് ഇത് സമർത്ഥിക്കാൻ അറിയില്ല. ഇത് എവിടെയെങ്കിലും പോയി പറഞ്ഞ് മനസ്സിലാക്കി അവനവൻ്റെ കാര്യം നേരിടാനോ ഇല്ലെങ്കിൽ കരഞ്ഞ് കാര്യം നേടാനോ അറിയില്ല. നേരെ മറിച്ച് അത്രയും അർഹിക്കാത്ത ആളുകൾക്ക് ഇതിനുള്ള ഒരു സാമർഥ്യമുണ്ട് താനും. അപ്പോൾ ട്രസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പായ പ്രവർത്തനങ്ങളിലൂടെയാണ് കറക്റ്റായ ആളുകളെ കണ്ടെത്തുന്നത്. കറക്റ്റായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായ കർമ്മം. അങ്ങനെ നല്ല നല്ല ആളുകളെ കണ്ടെത്തി, കറക്റ്റായ ആളുകളെ കണ്ടെത്തി, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ 10 വീടുകളിലെ 8 വീടുകൾ കഴിഞ്ഞ ജനുവരിയിൽ മന്ത്രി രാജേഷ് കൊടുക്കുകയുണ്ടായി. അതിൽ 2 വീടുകളും പിന്നെ രണ്ടാം ഘട്ടത്തിൽ 10 വീടുകളിൽ 4 വീടുകളുടെ MOU കഴിഞ്ഞ KR നാരായണൻ സെൻറ്ററിനറി അവാർഡ് ചടങ്ങിൽ വെച്ച് DGP പത്മകുമാർ സാറും മിസ്സിസ് ലക്ഷ്മി മേനോനും ചേർന്ന് നൽകുകയുണ്ടായി. അപ്പോൾ ബാക്കി 6 MOU സമ്മതപത്രം, MOU എന്ന് വെച്ചാൽ മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സമ്മതപത്രവും 10 വീടുകളിലെ 2 വീടുകളുമാണ് ഇന്ന് ആദരണീയനായ MP ശ്രീ ശ്രീകണ്ഠനും മറ്റ് വിശിഷ്ട അതിഥികളും ചേർന്ന് നൽകുന്നത്. ഇവിടേക്ക് ഇന്ന് എത്തിച്ചേർന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും സന്തോഷവും ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നല്ല ഒരു പുതുവത്സരം വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്ന് 2 വീടുകൾ സ്വീകരിക്കുന്ന ഉഷാദേവിക്കും സിന്ധുവിനും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ MOU സ്വീകരിക്കുന്ന മറ്റ് 6 പേർക്കും സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.